ഇപ്പൊ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് സഞ്ചി കൊണ്ട് പോകാനും സൈക്കിളിൽ പോകാനും നടന്നു പോകാനും അവർക്കൊരു മടിയില്ല. ഇവിടെയാണ് ഈ സ്റ്റാറ്റസ്. നമ്മള് പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. എല്ലാ വീട്ടിൽ നിന്നും കുപ്പി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, ഓയില്, എണ്ണ എല്ലാത്തിനും കുപ്പി സഞ്ചികൾ കൊണ്ടല്ലേ പോയിരുന്നത്. നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ റേഷൻ കടയ്ക്ക് നമ്മൾ പോകുമ്പോ അതിന്റെ സൗകര്യത്തിനാണ് പോണില്ലേ. അതുപോലെ എന്തുകൊണ്ട് നമ്മൾ അങ്ങാടി പോകുമ്പോ നമുക്ക് പോയിക്കൂടെ? നമ്മൾ തന്നെയാണ് നമ്മളെ നാടിനെ നശിപ്പിക്കുന്നതും വളർത്തുന്നതും. അപ്പൊ നമ്മൾക്ക് ആദ്യം ഒരു ബോധവൽക്കരണം വേണം. കാരണം ഞങ്ങളൊക്കെ അങ്ങാടി പോവുകയാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യും, ആ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന കേട്ടോ, പാല് തരുമ്പോ 2 സേഫ്റ്റി കവർ തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് വേണ്ട അതിന്റെ ബാഗിൽ ഇട്ടാറ്. അപ്പൊ പറയാം നിങ്ങൾ ഹരിതകർമ്മസേനയാണ്. അപ്പൊ എന്താ, നമ്മള് തന്നെ ആദ്യം നന്നാക്കി എടുക്കാം. നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മളെ മക്കളാണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വലിയൊരു ഈ ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാൻ ഞാൻ സ്വയം നന്നാവുക. ഞാൻ കൊടുവള്ളി പോയ സമയത്ത് ഒരു വീട്ടിലെ അദ്ദേഹം ചെറിയ ബക്കറ്റാണ്, ഒരു 5 കിലോ കൊള്ളുന്ന ആ ബക്കറ്റാണ് മോളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മോൾ ഇന്ന് മീൻ വാങ്ങിക്കാൻ പോകുന്നത് ഈ ബക്കറ്റിലാണ്. കഴുകി കമത്തി വെക്കും, പിറ്റേ ദിവസം അതുപോലെ വാങ്ങിക്കാം. അങ്ങനെ ചെയ്യുന്ന നല്ല മനുഷ്യരുണ്ട്. പക്ഷെ ഇവരൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോഴും